11,000 പേരാണ് 2024 കേരളത്തിൽ നിന്നും ആത്മഹത്യ ചെയ്തത്. അതിൽ 82% പുരുഷന്മാരാണ്. എത്രയോ പുരുഷന്മാർ ഉത്തരവാദിത്തങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നു. ആണായതുകൊണ്ട് ഒന്നും ഷെയർ ചെയ്യാനോ വൾണറബിലിറ്റി എക്സ്പ്രസ് ചെയ്യാനോ പറ്റാതെ പുറമേ ചിരിച്ച് മീശ പിരിച്ച് അകമേ തകർന്നു ജീവിക്കുന്നു. കണക്കുകൾ പ്രകാരം അബ്യൂസുകളുടെ വിക്ടിംസ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളാണ്. ഇമോഷണൽ, ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് മൂന്നും കൂടുതൽ അനുഭവിക്കുന്നത് ആൺകുട്ടികളാണ്. മെന്റൽ ഹെൽത്ത് സഹായം സീക്ക് ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതൊന്നും വലിയ വാർത്തയാവില്ലെന്നറിയാം. പ്രൊവൈഡ് ചെയ്യേണ്ടതും സ്ട്രോങ് ആയി നിൽക്കേണ്ടതും ഉത്തരവാദിത്ത ബോധമുണ്ടാവേണ്ടതും പുരുഷ കേസരികൾക്കായതുകൊണ്ട് ഈ വാർത്ത പോലും ആൺലോകത്തിന് നാണക്കേടായതുകൊണ്ട് മറച്ചു വയ്ക്കുന്നു. ഒരു മനുഷ്യനെന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നതും പരിഗണിക്കുന്നതും എമ്പത്തറ്റിക് ആവുന്നതും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുന്നതും വളരെ കുറവാണ്. റഫ് ആൻഡ് ടഫ് എന്നും പാട്രിയാർക്കൽ എന്നും ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെ വൾണറബിളായ ഒരാളിനോട് സംസാരിക്കണം, ഇടപെടണം എന്നുപോലും ഒരു കോമൺ ഫ്രെയിം വർക്കില്ല. എന്താ ഇപ്പം അവനോട് പറയുന്നത്? അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. പിന്നെ ഇമോഷൻസിനെ തൊട്ടറിഞ്ഞ തൊൽക്കട്ടിയാണ് മെയിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന വിശേഷണം. മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സീക്ക് ചെയ്യാൻ പൊതുബോധ പ്രശ്നം. പിന്നെയും പെയിൻ കൊണ്ട് നടക്കുന്ന യന്ത്രങ്ങൾ പോലെ ആണുങ്ങൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. മുറിവുകളെ കേൾക്കാത്ത, ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സിസ്റ്റത്തിൽ അവർ ഒരു ദിവസം ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടും. റീസൺസ് ആർ ജെൻഡർ വൈസ്, ബട്ട് പെയിൻ ഹാസ് നോ ജെൻഡർ.